സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ ഡിസംബർ 11 രാവിലെ 10 മണി മുതൽ ചെറുപുഴയിൽ വെച്ച് പയ്യന്നൂർ ബ്ലോക്ക് തല മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, ക്ഷേമാശ്വാസം അനുവദിക്കുക, 12ാം പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, PFRDA നിയമം റദ്ദ് ചെയ്ത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, പ്രായമേറിയ പെൻഷൻകാർക്ക് വർദ്ധിത പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങളുമായി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് സെക്രട്ടറി P. കൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് P. ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KSPU സംസ്ഥാന സെക്രട്ടറി K. കരുണാകരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീ KF അലക്സാണ്ടർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. 400ഓളം പേർ പങ്കെടുത്ത പ്രകടനത്തിന് PK ചന്ദ്രശേഖരൻ, ജോസഫ് കല്ലമ്പള്ളി, K. കൃഷ്ണൻ, P. ശൈലജ ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. KSPU Zindabad. KSPU Zindabad. KSPU Zindabad. KSPU Zindabad. സൈക്യം Zindabad. ചെലവുകളെല്ലാം സംസ്ഥാനത്തിന് പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക. ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക. പോരാടുന്നൊരു സംഘടന ക്ഷാമാശ്വാസം പെൻഷൻ റിവിഷൻ സൈക്യം സിന്ദാബാദ്. നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഭിന്നിച്ച് നിന്നാൽ ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല എന്നതിന്റെ ഉദാഹരണം മനസ്സിലാക്കിക്കൊണ്ട് ഒന്നിച്ചു നിൽക്കാനും ഒന്നിച്ചു നിന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ സംഘടന 1992 മെയ് മാസം 12, 13, 14 തീയതികളിൽ എല്ലാ സംഘടനകളെയും യോജിച്ചുകൊണ്ട് തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ ഒരു ഐക്യപ്രസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടിയുള്ള ഒരു യോഗം ചേർന്നു. ആ യോഗത്തിൽ ഒരു കാഹളം മുഴങ്ങും. ആ കാഹളമാണ് പെൻഷൻകാർക്ക് ഒരേ ഒരു സംഘടന, പെൻഷൻകാർ എല്ലാവരും ഒരു കുടുംബക്കാരാണ് എന്ന് നമ്മൾ നീല പതാകയിൽ ആലേഖനം ചെയ്ത ഒരു എംബ്ലവുമായാണ് നമ്മൾ നടക്കുന്നത്. ഡിസംബർ 2 നമ്മുടെ ഉത്തരവ് സാമ്പത്തിക പ്രയാസം മൂലം നിർത്തിവെക്കുന്നുവെന്ന് ഒരു ഉത്തരവ് ഇറങ്ങിയത്. ആ ഉത്തരവിന് നടന്ന 2-ാം തീയതി കഴിഞ്ഞ 7-ാം തീയതി മുതൽ നമ്മുടെ പ്രതിഷേധ പ്രകടനം കഴിഞ്ഞ 2023 കാലഘട്ടത്തിൽ ഏകദേശം 8ഓളം പ്രതിഷേധ പ്രകടനവും ജില്ലാ ധർണകളും ഉപവാസങ്ങളും ഒക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. സമരത്തിൽ ഐക്യത്തോടുകൂടിയുള്ള സമരം അത് ഗവൺമെന്റ് ശ്രദ്ധ തിരിക്കാൻ ആവശ്യമായ ഇടപെടലുകളും നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇത് അനുവദിക്കുന്നില്ല എന്നുള്ളതും എന്തുകൊണ്ടാണ് ഇത് വൈകിപ്പോകുന്നതെന്നും അതൊക്കെ ഉദ്ഘാടകൻ അതിന്റെ എല്ലാ വിശദാംശങ്ങളും ഡിമാൻഡിനെ കുറിച്ചൊക്കെ വിശദീകരിക്കും. സംസ്ഥാന സെക്രട്ടറി ശ്രീ K. കരുണാകരൻ മാസ്റ്റർ അവരാണ്. അദ്ദേഹത്തെ ഞാൻ ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടിയിട്ട് സാദരം ക്ഷണിച്ചു. പെൻഷനേഴ്സ് യൂണിയൻ ഈ പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് സംസ്ഥാന ഒട്ടുക്ക് ഈ ഡിസംബർ മാസം 10-ാം തീയതി ബ്ലോക്ക് തലങ്ങൾ പ്രകടനവും ധർണയും നടത്തണമെന്നായി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ പ്രൈവറ്റ് ബസ്സുകാർ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പണിമുടക്ക് നടപ്പിലാവുകയാണെങ്കിൽ പെൻഷൻകാർക്ക് ഈ സമര കേന്ദ്രങ്ങളിൽ സമര പരിപാടി 11-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുള്ളത്.
അപ്പോൾ ഈ പരിപാടിയിൽ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ സമരത്തിൽ നമ്മൾ ഇവിടെ പങ്കെടുക്കുമ്പോൾ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ചെറുപുഴ യൂണിറ്റിലെ അംഗങ്ങൾ കുറേ കാലമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രഷറി കെട്ടിടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കെട്ടിടം വരാത്തത് എല്ലാവർക്കും വേവലാതിയും ഉണ്ടായിരുന്നത്. നിരവധി പ്രാവശ്യമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ ബന്ധപ്പെടുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇപ്പൊ അവസാന നിമിഷത്തിൽ ഇവിടെ കെട്ടിടം പണിയാനുള്ള ടെൻഡർ നടപടിയായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എത്രയും വേഗത്തിൽ തന്നെ അതിന്റെ കെട്ടിട നിർമ്മാണത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് തന്നെയാണ് അറിയാനുള്ളത്. ഇപ്പോ പെൻഷൻകാരെ സംബന്ധിച്ച് ഉദ്ഘാടനം പ്രസിഡന്റ് നമ്മുടെ ബ്ലോക്ക് സെക്രട്ടറി പറഞ്ഞു. പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിരവധിയായ ആനുകൂല്യങ്ങൾ ഉണ്ട്. അപ്പോ മൊത്തം എടുക്കുമ്പോൾ ഈ ആനുകൂല്യങ്ങൾ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ തടഞ്ഞു വെച്ച ഒരു സ്ഥിതിയാണുള്ളത്. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.